ഏറ്റവും പ്രസിദ്ധമായതും അവസാനത്തേതുമായ കാർഷിക സംസ്കൃതി ഉൾക്കൊണ്ടുകൊണ്ടുള്ള വേല മഹോത്സവമാണ് കണ്ണമ്പ്ര ശ്രീകുറുമ്പ ഭഗവതിയുടെ തട്ടകത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ളത്. ഈ വർഷവും അതിന് തുടക്കമെന്ന നിലയ്ക്ക് മേടം 1-ാം തീയതി കാവിന് മുമ്പിൽ പൂർണ്ണനാട്യത്തോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ്. അന്നു മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് കുട്ടികളുടെ കുമ്മാട്ടി ആഘോഷം നടന്നു വരികയാണ്. ഇടവം 10-ാം തീയതിയാണ് കണ്ണമ്പ്ര വേല മഹോത്സവത്തിൻ്റെ സമാപ്തി നടക്കാൻ പോകുന്നത്. ആയതിൻ്റെ ഒരുക്കങ്ങൾ ദേശത്തിൽ മേടം 1-ാം തീയതി മുതൽ അത്യുത്സാഹത്തോടുകൂടി ദേശവാസികൾ നടത്തി വരികയാണ്. ഉത്സവത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. എല്ലാ ഏൽപ്പനകളും പൂർത്തിയായി കഴിഞ്ഞു. ഭഗവതിയുടെ കോലം എഴുന്നള്ളിക്കുന്നതിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ തന്നെയാണ് ഇത്തവണയും നേതൃത്വം നൽകുന്നത്. 7 ആനകളാണ്, 7 ഗജവീരന്മാരെയാണ് അതുപോലെ ഈ വർഷവും ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ കമനീയമായ ദീപാലങ്കാരത്തോടു കൂടിയ പന്തൽ നാട്ടുന്നതിൻ്റെ ചടങ്ങ് ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് മുതൽ പന്തലിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. പന്തലിന് നേതൃത്വം കൊടുക്കുന്നത് നാദം പന്തൽ വർക്സ് എടപ്പാളാണ്. അതുപോലെ കണ്ണമ്പ്ര വേലയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങാണ് വെടിക്കെട്ട്. വെടിക്കെട്ടിന് നേതൃത്വം കൊടുക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ വെടിക്കെട്ട് സ്ഥാപനം BSS ഫയർ വർക്സ് തൃശ്ശൂരാണ്. ഈ വർഷവും കഴിഞ്ഞ വർഷത്തിലേറെ വെടിക്കെട്ട് ഗംഭീരമായി നടത്തണമെന്നുള്ളതാണ് ഈ പ്രദേശത്തെ ദേശവാസികളും വേലക്കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് പഞ്ചവാദ്യവും മേളവും. തായമ്പയ്ക്ക് പഞ്ചവാദ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് പുലിശ്ശേരി അനിയന്മാരാർ, കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ തുടങ്ങിയ കേരളത്തിലെ പ്രഗത്ഭരായ വാദ്യകലാകാരന്മാരാണ്. തായമ്പയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് കൽപ്പാത്തി ബാലകൃഷ്ണൻ, സർവശ്രീ അത്താലൂർ ശിവൻ എന്നിവരാണ്. എല്ലാ അർത്ഥത്തിലും വേല മഹോത്സവം വളരെ ഗംഭീരമായി തന്നെ നടത്തണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത, പന്തലിൻ്റെ ദീപാലങ്കാരം ഈ വർഷം 3 ദിവസങ്ങളിലായി നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. 23-ാം തീയതി, 24-ാം തീയതി, 25-ാം തീയതി. 25-ാം തീയതി ഈ വർഷത്തിൻ്റെ പ്രത്യേകതയാണ്. ജനങ്ങളുടെ കുറേ കാലമായിട്ടുള്ള ആവശ്യമാണ് വേല കഴിഞ്ഞ പിറ്റേ ദിവസവും ദീപാലങ്കാരം പന്തലിൽ നടത്തണം എന്നുള്ളത്. ആയത് ഈ വർഷം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. അത്തരത്തിൽ വേല മഹോത്സവം വളരെ ഭംഗിയായി നടത്തി തരുന്നതിനും ഈ രാജ്യത്തെ ജനങ്ങളെയും ഈ പ്രദേശത്തെ ജനങ്ങളെയും ഉത്സവപ്രേമികളെയും ക്ഷണിക്കുകയാണ്. എല്ലാവരും സഹകരണവും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വേല മഹോത്സവം കാണുന്നതിന് വേണ്ടി എത്തണമെന്ന് കണ്ണമ്പ്ര ദേശം വേല കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്.